അപ്പോൾ ഇതുപോലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകമായി ആദർശത്തിനെ പറ്റി പറഞ്ഞ് അത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദർശം ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. കാരണം ആദർശം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ആദർശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കില്ല. അപ്പോൾ ആദർശം ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതിൻ്റെ പുറമെ ഭരണഘടനയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. എല്ലാ നിലക്കുള്ള മനുഷ്യോൽപത്തി മുതൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഒന്നാണ് അറിവ് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്നാണ്. എല്ലാ വിവരങ്ങളും എല്ലാ ടെക്നോളജികളും ഒക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതെങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ആത്മാവിനിക്ക് ലോകത്തുള്ള എല്ലാ വിവരങ്ങളെ പഠിക്കാനും എല്ലാ നിലക്കുള്ള ടെക്നോളജികളും മറ്റൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിയും. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ശുദ്ധീകരിച്ചു. അത് നുബുവത്ത് നൽകപ്പെടുമ്പോൾ അങ്ങനെയാണ്. മൻ കൂശിഫ ബി ഹഖായിഖിൽ അശിയാ എന്നാണ്. ഒരാൾക്ക് നുബുവത്ത് നൽകപ്പെട്ടാൽ അദ്ദേഹത്തിലേക്ക് നൽകപ്പെടുന്നത് എല്ലാ ലോകത്തുണ്ടാവുന്ന എല്ലാ വസ്തുക്കൾക്കുള്ള അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ പഠനം കൊണ്ടുള്ള വിവരമാണ് നൽകപ്പെടുന്നത്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്കും നൽകപ്പെട്ടു. അപ്പം ആ നിലക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഈ നിലക്കുള്ള അറിവുകൾ പഠിക്കലേ അത് വളരെ എളുപ്പമായി തോന്നും. അതാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആ ആത്മാവിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവുകളെ പകർന്നു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യ് സ്വീകരിച്ചതുപോലെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടല്ല റസൂൽ വഹ്യ് സ്വീകരിച്ചത്. അത് ഇമാം ബുഖാരിയുടെ ആദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അത് അവർ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവ് അതിൻ്റെ ഉന്നതയിലേക്ക് എത്തിയപ്പോഴാണ് വഹ്യിനെ സ്വീകരിച്ചത്. അപ്പോൾ ഏതായാലും ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവുകൾ അത് സമ്പാദിക്കുക എന്നുള്ളതൊരു പ്രയാസമല്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് തുവിയത്തിൽ അറുളു കുല്ലുഹ അല്ലെങ്കിൽ സുവിയത്തിൽ അറുളു കുല്ലുഹ. ലോകം മുഴുവനും ഒരു കൊടക്കയിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നതുപോലെ ആ നിലക്ക് എനിക്ക് ഈ ചുരുട്ടി എനിക്ക് ലഭിക്കപ്പെട്ടു. അതിനെ മനസ്സിലാക്കാനുള്ള എൻ്റെ കയ്യിൻ്റെ അടിയിലുള്ളത് പോലെയാണ് ഈ ലോകം എന്നുള്ളത്. ആ നിലക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ വിവരങ്ങളെയും എനിക്ക് ആവശ്യമുള്ള സമയത്ത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ഈമാനിനെ വളർത്തിയെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഈമാനിനെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ മനുഷ്യോൽപത്തി മുതൽ തന്നെ മനുഷ്യരുമായും കൊണ്ട് ഒരു അഭേദ്യ ബന്ധമാണ് അറിവിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതികമാവുന്ന ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളും കൂടി സമന്വയിപ്പിച്ചു. ഇത് മുമ്പ് എഴുതി വെച്ചതാണ്. അപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസം അവിടെ വരുന്നതിൻ്റെ മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവർ ദീർഘദൃഷ്ടിയുള്ള ആളുകളായിരുന്നു, വലിയ മഹാന്മാരായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ കാലത്ത് മദ്രസയിൽ പഠിപ്പിക്കണം മൊല്ലാന്മാർ, അവർ വലിയ മഹാന്മാരാണ്. അവർക്ക് ഇതുവരെയുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയവരായിരുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യമൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളെ കുറഞ്ഞ സമയം കൊണ്ട് പലതും പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മളെ ഹൃദയത്തിൽ അന്ന് പഠിപ്പിച്ച് തന്നത് നമ്മളൊക്കെ ഹൃദയത്തിൽ അത് എന്താണ് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഉസ്താദന്മാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. കാരണം അവരുപയോഗിച്ച നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയൂല. അപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ ആ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിവിടെ കറണ്ട് ഉപയോഗപ്പെടുത്താം, ഏറ്റവും സ്പീഡിൽ പോണ വാഹനം ഉപയോഗപ്പെടുത്താം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് യാതൊരു കുഴപ്പമില്ല. അധ്യാപന രംഗത്തിലും അത് അധ്യാപന അതിൻ്റെ മാർഗം ആ നിലക്ക് പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. ഇതിനൊന്നും സമസ്ത എതിരല്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ തന്നെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നതുപോലെ പ്രധാനമായ ഒരു കാര്യമാണ് ഇതുപോലുള്ളതായ ചാരിറ്റി
സംവിധാനങ്ങൾ എന്ന് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ